യുദ്ധഭൂമിയിൽ പ്രത്യാശയുടെയും സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവുമായി ഇസ്രായേൽ പലസ്തീൻ കുഞ്ഞുങ്ങൾ കൈകോർത്ത് നടത്തിയ പ്രാർത്ഥനയുടെ വൈകാരിക നിമിഷങ്ങൾ ശ്രദ്ധ നേടുന്നു. ജെറുസലേമിലെ ക്രൈസ്തവ പൈതൃകമുള്ള വിശുദ്ധ സ്ഥലങ്ങളുടെ മേൽനോട്ട ചുമതലയുള്ള ഫ്രാൻസിസ്കൻ സമൂഹാംഗങ്ങൾ നടത്തുന്ന ടെറ സാങ്ക്ട ഹൈസ്കൂളിൽ ഇസ്രായേലിലെയും പലസ്തീനിലെയും കുഞ്ഞുങ്ങൾ ജാതിമത ഭേദമന്യേ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർത്തിയ പ്രാർത്ഥന തികച്ചും ഹൃദയസ്പർശിയായ രംഗങ്ങളായിരുന്നു. തങ്ങളുടെ നാട്ടിൽ സമാധാനം കൈവരുന്നതിനും ഏത് സമയവും ആക്രമണ ഭീഷണിയിലായിരിക്കുന്ന തങ്ങൾക്കും തങ്ങളുടെ സമപ്രായക്കാർക്കു വേണ്ടിയും അവർ കത്തിച്ച തിരികളുമായി പ്രാർത്ഥനയിൽ അണിനിരക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥന ഏകകണ്ഠേന ചൊല്ലുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരേ സ്വരത്തിൽ ആഹ്വാനം ചെയ്ത 3-18 ഇടയിൽ പ്രായമുള്ള 400 കുട്ടികളും കൗമാരക്കാരും അക്രമം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും തങ്ങളുടെ ദേശം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിനും മരണത്തിനുമെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ചെയ്തു. യുദ്ധത്തിനെതിരെ സ്വരമുയർത്താൻ കുട്ടികളെ ഒരേ വേദിയിൽ ഒരുമിച്ചുകൂട്ടാൻ അവസരമൊരുക്കിയത് ഫാദർ ഇബ്രാഹിം ഫാൽട്ടാസ് ആയിരുന്നു. ജെറുസലേമിന്റെ ചില ഭാഗങ്ങൾ പ്രതീകാത്മകമായി വരച്ച് കുട്ടികൾ തങ്ങളുടെ സ്വദേശത്തെപ്പറ്റിയുള്ള ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും രൂപവും നിറവും നൽകി പ്രദർശിപ്പിച്ചിരുന്നു. കുട്ടികളോടൊപ്പം യേശുവിനെ ചിത്രീകരിച്ച ഒരു പെയിന്റിംഗിലെ സങ്കടഭാവമുള്ള കുഞ്ഞുങ്ങളുടെ ചിത്രം വിശുദ്ധ നാട്ടിലെ എല്ലാ കുട്ടികളെയും പ്രതിനിധീകരിക്കുന്നതായിരുന്നു. പലസ്തീനികളും ഇസ്രായേലികളുമായ പുണ്യഭൂമിയിലെ എല്ലാ മക്കളും ഈ യുദ്ധത്തിൽ കഷ്ടപ്പെടുന്നു എന്ന് ഫാദർ ഇബ്രാഹിം ഫാൽട്ടാസ് വത്തിക്കാൻ ന്യൂസിനോട് പറഞ്ഞു. ലോകത്തിലെ എല്ലാ കുട്ടികളെയും പോലെ ഇവിടെ വിശുദ്ധ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കാനായി മാർപ്പാപ്പയോട് ഹൃദയപൂർവ്വം സഹായം തേടുന്നതിന്റെയും യുദ്ധത്തിന്റെ ദയനീയ പരിണിത ഫലങ്ങളുടെയും പോസ്റ്ററുകളും കുട്ടികൾ പ്രദർശിപ്പിച്ചിരുന്നു. കർത്താവെ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന ചൊല്ലുന്ന കുട്ടികളുടെ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചവർക്കും അത് പ്രതീക്ഷയുടെ അനുഭവം പകരുന്നതായിരുന്നു.